വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ചെറിയൊരു ക്രിസ്മസ് റീത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്ക് ട്രീയിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ചെറിയ റീത്താണ്. അതിലേക്ക് നമുക്ക് ക്രേപ്പ് പേപ്പറൊക്കെ വെച്ചിട്ട് ലീഫൊക്കെ വെട്ടിയെടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു കമ്പി വളച്ച് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊരു 1 ഇഞ്ച് വീതിയിൽ നമുക്കിതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, ഒരു റിബൺ പോലെ. ഇതുപോലെ നീളത്തിൽ 2-3 പീസുകൾ ഇതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ നമുക്ക് അരികൊന്ന് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ ഞാനിങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് വെട്ടിയാൽ മതി. ഇതുപോലെ ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് ഒരു പകുതി വരെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. അപ്പം ഞാനിതിങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 പീസുകൾ ഇതുപോലെ നീളത്തിലെടുക്കുക. എന്നിട്ട് ഇനി ഒരു കമ്പി വേണം. നമുക്കൊരു സാദാ പൂവൊക്കെ ഉണ്ടാക്കുന്ന കമ്പി മതി. ഇതിപ്പോൾ വളരെ കനം കുറഞ്ഞ കമ്പി ആയതുകൊണ്ട് ഞാൻ 2 കമ്പികൾ ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. കട്ടിയുള്ളതാണെങ്കിൽ 1 മതി. അപ്പം നമുക്ക് എത്ര വട്ടമാണോ വേണ്ടത് അതനുസരിച്ചുള്ള നീളത്തിൽ കമ്പി മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ വളരെ ചെറിയ റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റി തുടങ്ങുന്നിടത്തായിട്ട് കുറച്ചൊന്നൊരു ഫെവിക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗമ്മാക്കി കൊടുക്കുക. ഏറ്റവും അറ്റത്തെത്തുമ്പോഴും കുറച്ചൊന്ന് ഗ്ലൂ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ വളച്ച് റൗണ്ടാക്കാം. ഇനി നമുക്ക് ഇത് 2 അറ്റവും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ വേഗം ഒട്ടിക്കോളും. ഇനി ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാം. എന്നിട്ട് വേഗം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ച നൂല് വെച്ചൊന്ന് ചുറ്റിയും കൂടെ കൊടുത്താൽ മതി. വേഗം ഒട്ടി ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ അത് വേഗം ഒട്ടി കിട്ടും. ഇവിടെ നല്ലോണം ഒട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും മുത്തുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനത്തെ റെഡിമെയ്ഡ് വാങ്ങിച്ചത് കയ്യിലില്ലെങ്കിൽ ചുവന്ന മുത്ത് ഒരു കമ്പിയിൽ കോർത്തെടുത്താൽ മതി. അല്ലെങ്കിൽ തെർമോക്കോള് റെഡ് കളർ പെയിൻ്റ് അടിച്ചെടുത്താലും നന്നായിരിക്കും. എന്നിട്ട് ഇങ്ങനത്തെ ലീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ചേർത്തൊന്ന് കെട്ടിയെടുക്കുക. ഇങ്ങനെ വെച്ചിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കുക. ഒരു നൂല് വെച്ചൊന്ന് കെട്ടിയെടുക്കുക. ഇത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗത്തായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിൽ കൂടെ ഇങ്ങനെ വെച്ചങ്ങ് ഒട്ടിച്ചാൽ മതി. ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതാണ് നല്ലത്. കുറച്ച് ഹോട്ട് ഗ്ലൂ കൊടുക്കാം നമുക്കിവിടെ. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ 2 തണ്ട് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് എന്തെങ്കിലും ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് 2 വശത്തേക്ക് ഒന്ന് കൊടുക്കാം, ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ബോയും കൂടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ കയ്യിലുള്ള ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഇവിടെ ഒരു ബോയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഗോൾഡൻ മുത്തുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഗ്യാപ്പുള്ളടുത്ത് ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഗ്രീൻ കളർ സാറ്റിൻ റിബൺ വെച്ച് ഒരു കെട്ടും കൂടെ കൊടുക്കാം. ഇവിടെ
ഇപ്പം നമ്മുടെ വളരെ ചെറിയ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ട്രീയിലൊക്കെ തൂക്കിയിടാൻ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്